ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കിയാലോ? അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഫുള്ളായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതേപോലെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ പ്ലീസ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങ, അതേപോലെ 1/2 കപ്പ് തൈരും, ഒരു 3-4 പച്ചമുളകും, ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ചെറിയ ജീരകം, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കടുകും, ഒരു 3 ചെറിയുള്ളിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മുക്കിയതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, അതേപോലെ ഒരു 1/4 ടീസ്പൂൺ കടുകും, 2-3 വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ അടിപൊളി ക്യാരറ്റ് പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അതേപോലെ ബീട്രൂട്ട് പച്ചടി, അതേപോലെ വെള്ളരി പച്ചടി എല്ലാം നമ്മൾ ഉണ്ടാക്കില്ല, അതേപോലെ ക്യാരറ്റ് കൊണ്ടും നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.